ഇതല്ലേ വാ കഴിച്ചോ. എങ്ങനെയുണ്ട്? എടി വഞ്ചകി, രജിസ്റ്റർമാരെയും കഴിച്ചിട്ട് രണ്ടുപേരുടെ വീട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയല്ലേ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് മുടക്കി കൈ തരത്തില്ലേടി. വൃത്തി കേട്ടവളെ കാണിച്ചു തരാടി. അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്ക്. ഞാൻ അച്ഛനും അമ്മയും വിളിച്ചിട്ട് വരാം. ഓക്കെ? ഇതെന്താണെന്നറിയുമോ? ഇതേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. എടേ, ഒരു പിന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുത്തുകയാണെങ്കിലേ ഈ കരടൊക്കെ അങ്ങ് പോകും. അപ്പോൾ ബർണർ നല്ല ഇതായിട്ട് ഫ്ലെയിം വരും. ഈ പറച്ചിൽ കേട്ടത്തൊന്നും ഇത് സ്ത്രീകൾ താമസിക്കുന്ന വീടല്ല, ഇവിടെ പിന്നൊന്നും ഇല്ലെന്ന്. പിന്നെ കിട്ടിയിരുന്നെങ്കിൽ കിട്ടാത്ത സാധനമല്ലേ, അത് അങ്ങോട്ട് പോയി എടുത്ത് ചെയ്യണം. പറഞ്ഞത് അബദ്ധമായി. 15 വർഷം പഴക്കമുള്ള ഗ്യാസ് അടുപ്പ്, അതാണെങ്കിൽ കത്തൂല. 4 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണേ കത്തണുള്ളൂ. എന്നിട്ട് ഇതിനി തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എനിക്ക് ഒരു കാര്യമില്ല. പറ്റുമെങ്കിൽ വേറെണ്ണം വാങ്ങിച്ചതാ, എന്നാ ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. ഇത് ക്ലീൻ ചെയ്തിടാന്നുള്ളതേ ഉള്ളൂ. ഇനി പുതിയ വാങ്ങിക്കണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പുതിയത് കിട്ടണം. ഹലോ, കുറ്റം പറയാതിരുന്നത്. ഇങ്ങോട്ട് കുറ്റം പറഞ്ഞപ്പോ ഒരെണ്ണം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. വിട് മണിക്കുട്ടി. ഇന്നേ ചായ കൊണ്ട് മണിക്കുട്ടം വന്നപ്പോഴേ ഞാനങ്ങ് ചമ്മി പോയടി. എന്താന്നറിയുമോ മണിക്കൂറിന് കാര്യം മനസ്സിലായി. നീ ചായ കൊണ്ടുവരാതിരുന്നാ മതിയായിരുന്നു. ഞാൻ ആദ്യം ആലോചിച്ച് ഓക്കെ, എന്തായാലും ചേട്ടൻ ചായ കൊണ്ടുവന്നല്ലേ, ഇനിയിപ്പോ വേണ്ടെന്ന്. പക്ഷെ ഇനിയിപ്പോ എന്റെ കയ്യിൽ നിന്ന് ചായ കിട്ടാത്തോണ്ട് എന്റെ മൂഡ് പോയി എന്നൊക്കെയുള്ള ഡയലോഗ്. രണ്ടുപേരും ഇവിടെ കിണിച്ചോട്ട് നിന്നു. പെണ്ണ് ഒരു ചെറുക്കനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുക. കൂടെ 2-3 പേരും. ആരാന്നോ? നമ്മുടെ മോള് മൂക്കം തൂറ്റി ഒരു ചെറുക്കനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുക. ചെറുക്കനെ അടിച്ചു മാറ്റി. സാധാരണ ചെറുക്കന്മാര് പെൺപിള്ളേരെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്ന് തോന്നി കേട്ടിട്ട് എന്തോന്ന് പറയണത്. എടിയത് പഴയ കാലം, ഇപ്പോഴത്തെ കാലം അങ്ങനല്ല. നീ ചെന്ന് നോക്ക്. മണിക്കുട്ടൻ ചേട്ടാ പറയുന്നത് ഈ അമ്മ, ഞാൻ ഒരു സർപ്രൈസ് ആയിട്ടാ വന്നിരിക്കുന്നത്. മനസ്സിലായടി എന്റെ സർപ്രൈസ് എന്താന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കിയോ? അതെങ്ങനെ? ശരിയായ കാര്യമില്ലടി. അതായത് ഈ വീടിന്റെ ലോൺ ഇതുവരെ നിന്റെ അച്ഛൻ ഈ മനുഷ്യൻ അടച്ചു തീർത്തിട്ടില്ല. നിനക്കൊരു ജോലിയുണ്ടോ? ആ ചെറുക്കന് ജോലിയുണ്ടോ? ഒരു 20 സെന്റ് സ്ഥലം ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതും അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജീവിക്കുവടി? എങ്ങനെ ജീവിക്കും? നീ നിന്റെ മറ്റവനും. ഏത് മറ്റവൻ? നിന്റെ കൂടെ വന്നിറങ്ങിയവൻ. അയ്യോ, അത് മാമ വിചാരിക്കും പോലെയൊന്നും അല്ല. ഞാനൊന്ന് പറയട്ടെ. എല്ലാം എനിക്ക് മനസ്സിലായടി, എല്ലാം മനസ്സിലായി. അളിയ നില്ല്, മോള് പറയട്ടെ. അളിയന്റെ വളർത്തുദോഷം അളിയന്റെ വളർത്തുദോഷം മാത്രമായി ഈ പെൺകൊച്ചിങ്ങനെ ആയിപ്പോയത്. മണിക്കുട്ടൻ ചേട്ടാ അവളോ കാര്യം പറയട്ടെ സമാധാനത്തിൽ. ഈ ചേട്ടൻ എന്റെ പെങ്ങളെ ഇനിയിപ്പൊ എന്തായാലും എന്താ ഒരു കാര്യം ചെയ്യും. നിലവിളക്ക് ഉണ്ടെങ്കിൽ ആ വിളക്ക് കത്തിച്ചോണ്ട് അകത്തോട്ടില്ല. എന്റെ ചേട്ടൻ തോക്കിനകത്ത് ഒരു വെടി വെക്കാത്ത അവൾ എന്താണ് പറയണെന്നൊന്നും ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നൊന്ന് പറയാൻ അനുവദിക്ക്. എന്തോന്നൊക്കെ മാമ വിളിച്ച് പറയണേ? അതെന്റെ ഫ്രണ്ട്സ് ആണ് അമ്മ ജിമ്മിലുള്ള. പറഞ്ഞില്ലേ ആ ഫ്രണ്ട്സിനെയാ കല്യാണം കഴിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത്. അവള് പറഞ്ഞോട്ട് എന്തോന്നാണ് ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതെ പറഞ്ഞു പോലേക്ക്. കാര്യം പറ മക്കളെ പെട്ടെന്ന്. അമ്മ, എന്റെ ഫ്രണ്ട്സ് വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തോന്നാണ് അത്യാവശ്യ കാര്യം? ഞങ്ങളെ ഒരു സുംബ സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സുംബ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ വശക്കേട് കാര്യങ്ങളാ. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഡാൻസ് ചെയ്യുന്ന സ്ഥലമാണ് സുംബ സ്റ്റുഡിയോ. ഡാൻസിന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. ജിമ്മ് പോലെ. എന്നിട്ട് സുംബ സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി ആര് പ്ലാൻ ചെയ്ത്? ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിരിക്കുക, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അത് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇതിനു വേണ്ടി വന്നത്. അതാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടെ വന്ന് പറയാൻ വേണ്ടി ഇരുന്നത്. എന്റെ മക്കളെ, ഇതായിരുന്നല്ലേ കാര്യം. ഇവിടെ മാമൻ ഞങ്ങളെ എന്തൊക്കെ പറഞ്ഞു മാറ്റാൻ തിരുത്താൻ വേണ്ടി ശ്രമിച്ചെന്നറിയോ? അത് പറയാൻ വേണ്ടി വന്നപ്പോ എന്റെ ഫ്ലോ കളഞ്ഞത് മാമൻ. നിന്റെ ഫ്രണ്ട്സ് അവിടെ നിൽക്കാനാ? അവിടെ നിൽക്കുകയാണ്. സൂംബ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും, അവസാനം വശക്കേടില്ലായിരിക്കും അവസാനിക്കുന്നത്. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി വരുന്ന പോലെ വരട്ടെ. എന്താ സർപ്രൈസ് കൊടുത്തായിരുന്നു? ഓ, സർപ്രൈസ് കൊടുത്തായിരുന്നു. അതിനേക്കാളും വലിയൊരു സർപ്രൈസ് എന്റെ പുന്നാര മാമ എനിക്ക് തന്നു. അതെന്താ? അതൊന്നുമില്ല. അല്ല, നിങ്ങള് സുംബ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലേ?
ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. മണി അവരെ അവിടെ തന്നെ നിർത്താതെ അതോട് വിളി ചായ കൊടുക്കും ആ ആന്റി മുട്ട പുഴുങ്ങിയതുണ്ടോ? നിനക്ക് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടാ. സന്തോഷം നോക്കിയേ വാട്ടാ. മോനിവിടെ ഒന്ന് നമുക്കൊരു കാര്യം പറയാനുണ്ടേ. മോന്റെ പേരെന്താ? ആരോമൽ. ആരോ മൽ. നിനക്കിടാൻ പറ്റിയ പേര്. അവിടെ നിക്കുന്ന വാ അങ്ങോട്ട്. മാമൻ. ആ എന്റെ മാമൻ. മാമൻ. മാമൻ പിടിവിടാം. പിടിവിടാം. മോളകത്തോട്ട് പോ. മാമന് വേറെ ചില കാര്യങ്ങളും സംസാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ വരാം. സംസാരിച്ചിട്ട് വാ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊച്ചിനെ വല്ലോ നോക്കിയാ മനസ്സിലാടാ. റിങ്കി. നീ ജിമ്മാണെങ്കിൽ ഞാൻ കളരിയാടാ. നീ ജിമ്മാണെങ്കിൽ കളരിയാണ്. ഞാൻ കളരിയാ. പറഞ്ഞു കേട്ടല്ലോ. ഇനി വാ മക്കൾ വാ. കേറി